ഞങ്ങൾക്കെതിരെയുള്ള ആക്ഷേപം നമ്മൾ കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യുന്നില്ല എന്നുള്ളത്. ഞങ്ങൾ കേന്ദ്രത്തിൽ ഡൽഹിയിൽ പോയി സമരം ചെയ്യാതെ തന്നെ ഇവിടെ ഇരുന്ന് സമരം ചെയ്തുകൊണ്ട് ഈ വിഷയം കേന്ദ്രത്തിൽ എത്തിക്കേണ്ടത് എത്തിച്ച് അവിടെ ചർച്ച നടത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ സമരത്തിൻ്റെ വിജയമാണ്. 17 വർഷം മുമ്പ് കിട്ടുന്ന കൂലി കൊണ്ട് ഇന്ന് ജീവിക്കാൻ കഴിയത്തില്ലല്ലോ. ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധികളൊക്കെ അവിടെ വന്നിരുന്ന് ചർച്ച ചെയ്യാം, ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്, ചർച്ച നടക്കും, വാതിൽ തുറന്നിട്ടിട്ടുണ്ട് എന്നൊക്കെ പറയുന്നതല്ലാതെ ഇതുവരെ അങ്ങനെ ഒരു ചർച്ചയ്ക്കായിട്ട് ഔദ്യോഗികമായി നമ്മൾ ക്ഷണിച്ചിട്ടില്ല. കേരളം ഒരു ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരം തൊഴിലാളി സമരങ്ങളെ അധിക നാൾ കണ്ണടച്ച് അതിന് നേർക്ക് കണ്ണടച്ചിരിക്കാൻ പറ്റത്തില്ലല്ലോ. നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസമാണ് കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി ഈ ആശാവർക്കർമാരുടെ സമരപ്പന്തലിൽ എത്തുകയും ഇവരുടെ ആവശ്യങ്ങൾ മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ കേൾക്കുകയും ചെയ്തത്. ഇതിന് ശേഷമാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയുമായി കൂടിക്കാഴ്ച നടന്നത്. ഈ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയുമായുള്ള സുരേഷ് ഗോപിയുടെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഒരു ചെറിയൊരു കുറിപ്പ് ഇറങ്ങുന്നു. സത്യത്തിൽ ഇത് ഈ ഒരു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ഒരു തമ്മിലടിയായി ഈ ഒരു സംഭവം മാറിക്കൊണ്ടിരിക്കുകയാണോ സത്യത്തിൽ ഈ ആശാവർക്കർമാരുടെ വിഷയത്തിനിടയിൽ? അതിനകത്ത് ഞങ്ങൾക്ക് ഒരു റോളുമില്ല. കേന്ദ്രമാണെങ്കിൽ കേന്ദ്രം തരട്ടെ, സംസ്ഥാനമാണെങ്കിൽ സംസ്ഥാനം തരട്ടെ. ഞങ്ങൾക്ക് പറയാനുള്ളവരോട് ഞങ്ങൾ വന്ന് പറയുന്നു. കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള പ്രശ്നങ്ങൾ ആശാവർക്കർമാരെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമേ അല്ല. നമുക്ക് 232 രൂപയ്ക്ക് ജീവിക്കാൻ കഴിയുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിട്ടാണല്ലോ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അത് പരിഹരിക്കാൻ രണ്ടുപേരും കൂടെ സഹകരിച്ച് ചെയ്യട്ടെ, അതേ നമുക്ക് പറയാനുള്ളൂ. ഈ സുരേഷ് ഗോപിയുടെ ഈ സന്ദർശനം, ആരോഗ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച ഏതെങ്കിലും തരത്തിലുള്ള പ്രതീക്ഷ ആശാവർക്കർമാർക്ക് നൽകുന്നുണ്ടോ? നമ്മൾ ഈ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ അധികാരത്തിലിരിക്കുന്ന ഒരാൾ നമ്മുടെ സമരപ്പന്തലിലേക്ക് വരുന്നത് തീർച്ചയായും അത് നമ്മുടെ സമരത്തെ സഹായിക്കും. ഇപ്പം കർണാടകത്തിൽ ആശാവർക്കർമാർ ജനുവരിയിൽ സമരം നടത്തിയപ്പോൾ രണ്ടാമത്തെ ദിവസം അവിടുത്തെ ആരോഗ്യമന്ത്രിയും ഹെൽത്ത് ഡയറക്ടറും സമരപ്പന്തലിൽ വന്നു. സമരപ്പന്തലിൽ വന്നത് മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തുന്നതിലേക്ക് കൊണ്ടെത്തിക്കുന്നതിൽ സഹായകരമായി. അത്തരം സാഹചര്യങ്ങളിട്ടാണ് നമ്മൾ സമരത്തിന് പ്രയോജനപ്പെടുത്തണ്ടേ. പിന്നെ ഞങ്ങൾക്കെതിരെയുള്ള ആക്ഷേപം നമ്മൾ കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യുന്നില്ല എന്നുള്ളത്. ഞങ്ങൾ കേന്ദ്രത്തിൽ ഡൽഹിയിൽ പോയി സമരം ചെയ്യാതെ തന്നെ ഇവിടെ ഇരുന്ന് സമരം ചെയ്തുകൊണ്ട് ഈ വിഷയം കേന്ദ്രത്തിൽ എത്തിക്കേണ്ടത് എത്തിച്ച് അവിടെ ചർച്ച നടത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ സമരത്തിൻ്റെ വിജയമാണ്. പിന്നെ അവർ വർദ്ധിപ്പിക്കണം, കേന്ദ്രം വർദ്ധിപ്പിക്കണം. പൈസ കിട്ടാനുള്ളത് കൊടുത്തു എന്നുള്ളത് മാത്രം പറഞ്ഞുകൊണ്ട് ബാധ്യത തീരത്തില്ല. മറിച്ച് 17 വർഷം മുമ്പ് നിശ്ചയിച്ചിട്ടുള്ള ഇൻസെൻറ്റീവുകൾ കാലാനുസൃതമായി പുതുക്കണം. 17 വർഷം മുമ്പ് കിട്ടുന്ന കൂലി കൊണ്ട് ഇന്ന് ജീവിക്കാൻ കഴിയത്തില്ലല്ലോ. എത്രയോ ചാർജ് വർധനവുകളും വില വർധനവുകളുമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കാലാനുസൃതമായി കൂട്ടണം. ഒരു വർക്കിനുള്ള അല്ലെങ്കിൽ ഒരു കേസിനുള്ള കിട്ടുന്ന വേതനം നമുക്ക് അന്നത്തെ വണ്ടിക്കൂലിക്ക് തികയത്തില്ലെങ്കിൽ പിന്നെ നമുക്കതിന് കൊണ്ടെന്ത് പ്രയോജനം. അപ്പോൾ അത് പ്രത്യേകമായി അത് വർദ്ധിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം എടുക്കണം. അത് അദ്ദേഹം അവിടെ അറിയിച്ചിട്ടുണ്ടെന്നാണ് നമ്മളെ വിളിച്ച് പറഞ്ഞിട്ടില്ല. പത്രദ്വാര അദ്ദേഹം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അറിയിച്ച് അത് വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സന്തോഷം. വർദ്ധിപ്പിക്കണമല്ലോ, കേന്ദ്രമാണെങ്കിലും സംസ്ഥാനമാണെങ്കിലും വർദ്ധിപ്പിച്ചേ മതിയാവും. അപ്പോൾ കേന്ദ്രം അവർ അധികാരം ഉള്ള ഒരു ഇരിക്കുന്ന സ്ഥിതിക്ക് തീർച്ചയായും അത് വർദ്ധിപ്പിച്ചേ പറ്റത്തുള്ളൂ. 24-ാം ദിവസം പിന്നിടുമ്പോൾ ഈ ഭരണകേന്ദ്രങ്ങളിൽ നിന്നും എന്തെങ്കിലും അറിവുണ്ടോ? നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും തീരുമാനം ഉണ്ടായതായി? ഇതുവരെ തീരുമാനമൊന്നും ഞങ്ങളെ സമരം ചെയ്യുന്ന ആളുകളെ, ആ സംഘടനയുടെ നേതൃത്വത്തെ ഇതുവരെ ഔദ്യോഗികമായി നമുക്ക് അറിവ് കിട്ടിയിട്ടില്ല. ഇപ്പം ചർച്ചകളിൽ ചെന്നിരിക്കുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധികളൊക്കെ അവിടെ വന്നിരുന്ന് ചർച്ച ചെയ്യാം, ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്, ചർച്ച നടക്കും, വാതിൽ തുറന്നിട്ടിട്ടുണ്ട് എന്നൊക്കെ പറയുന്നതല്ലാതെ ഇതുവരെ അങ്ങനെ ഒരു ചർച്ചയ്ക്കായിട്ട് ഔദ്യോഗികമായി നമ്മൾ ക്ഷണിച്ചിട്ടില്ല. ചർച്ചയ്ക്ക് വിളിക്കണമെന്നാണ് നമ്മൾ പറയുന്നത്. നമുക്കൊരു പിടിവാശിയില്ല. നമ്മൾ വെച്ചിരിക്കുന്ന ഈ ഡിമാൻഡുകളിന്മേൽ സർക്കാരിന് അല്ലെ വകുപ്പിന് എത്രത്തോളം അതിൽ നമ്മൾ വെച്ചിരിക്കുന്ന ഡിമാൻഡുകൾ അംഗീകരിക്കാൻ കഴിയുമെന്ന് പറയേണ്ടുന്നത് അവരാണ്. അപ്പോഴാണ് ഒരു ചർച്ച നടക്കുന്നത്, അവിടെ ഒരു ഒത്തുതീർപ്പുണ്ടാകുന്നത്. ഞങ്ങൾക്കൊരു പിടിവാശിയില്ല. അങ്ങനെ ഒരു പ്രചരണം നടക്കുന്നുണ്ട്. ഞങ്ങളുടെ പിടിവാശിയിലാണ്. സാധാരണ പിടിവാശിയുള്ളതായി തോന്നുന്നു. അത് അവരാണ് പറയേണ്ടത്. എന്താണ് ഈ സമരത്തോടുള്ള സമീപനം? സമരത്തിന് മുഖം തിരിച്ചു നിൽക്കുകയാണോ? അത് സമരത്തെ പറയുമ്പോൾ ഈ വെച്ചിരിക്കുന്ന ഡിമാൻഡുകളോട് അനുഭാവമാണ് കൂട്ടിക്കൊടുക്കേണ്ടതാണെന്നൊക്കെ പറയും. പക്ഷേ അത്തരത്തിലുള്ള ഒരു സമീപനം നമുക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും വരും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം കേരളം ഒരു ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരം തൊഴിലാളി സമരങ്ങളെ അധിക നാൾ കണ്ണടച്ച് അതിന് നേർക്ക് കണ്ണടച്ചിരിക്കാൻ പറ്റത്തില്ലല്ലോ. തീർച്ചയായിട്ടും ചർച്ചയ്ക്ക് വിളിക്കും, ഇത് സെറ്റിൽ ചെയ്യും എന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. എന്തായാലും ഇക്കഴിഞ്ഞ ദിവസമാണ് കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി ആരോഗ്യമന്ത്രിയായ JP നദ്ദയുമായി
കൂടിക്കാഴ്ച നടത്തിയത്. അതിനുശേഷം ഈ ആശാവർക്കർമാരുടെ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ഈ ഒരു ആശാവർക്കർമാരുടെ വിഷയം മാത്രം സംസാരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഡൽഹിയിലേക്ക് പോയതും. അതിനുശേഷമാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ ഒരു കുറിപ്പ് ഇറങ്ങുന്നത്. അതായത് ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ തുക വകയിരുത്തിയിട്ടില്ല, അത് ലാപ്സായി പോയി. അത് സംസ്ഥാന സർക്കാരാണ് ഈ ഒരു തുക ആവശ്യപ്പെട്ടുകൊണ്ട് പിന്നെ ഈ കേന്ദ്രത്തെ സമീപിക്കേണ്ടത്. അത്തരത്തിലൊരു സമീപനം ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്ത് വരുന്നത്. എന്തായാലും കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ സുഖകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി നമ്മൾ ഡൽഹിയിൽ ഒരാളെ നിയമിച്ചിട്ടുണ്ട്, KV തോമസിനെ. അദ്ദേഹമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നോക്കേണ്ടത് എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് ശമ്പളം മാത്രം കൂട്ടിക്കൊടുത്താൽ പോരാ, അദ്ദേഹം കൃത്യമായി അദ്ദേഹത്തിൻ്റെ കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നുണ്ടോ എന്നും നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.